നമുക്കൊപ്പം ഇപ്പോൾ INTUC പ്രതിനിധി പ്രതാപൻ VR ചേരുകയാണ്. ശ്രീ പ്രതാപൻ, ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരമാണ്. അത്തരം പ്രതിഷേധങ്ങൾ അതിന്റെ ആവശ്യം, അതിന്റെ ആ മൂല്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, സമരരംഗത്ത് പോലും ഇരട്ട നീതി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരാതെ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക പോലും ഇന്ന് കണ്ടെത്താനാകാതെ പട്ടിണിയിൽ സമരം ചെയ്യുന്നവരുമുണ്ട്. അതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമരത്തിനെതിരായ വികാരം ഉണ്ടാവുകയാണ്. ശരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുന്നില്ലേ ഈ സമരമാർഗം? ആരോടാണ്? അതെ 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 ഞാൻ ഈ സമര കേന്ദ്രത്തിനടുത്ത് നിന്നുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പരിമിതി, എന്റെ ടെലിഫോണിലൂടെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെതായ പരിമിതികൾ ഉണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ജീവനക്കാർ അവർ ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ശ്രീ വിജയരാഘവനടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇവിടുത്തെ വ്യവസായ സ്തംഭനം ഒരു ദിവസം കൊണ്ടുണ്ടാകാൻ പോകുന്നു. അത് മറ്റൊരു സൈഡ്. എങ്കിലും പ്രധാനമായി ഈ ചർച്ചയിലേക്ക് ഉയർന്നു വന്ന ഒരു അഭിപ്രായം, സർക്കാർ ജീവനക്കാർ ശമ്പളം വാങ്ങിക്കൊണ്ട് പണിമുടക്കിൽ പങ്കാളികളാകുന്നു, അവർക്ക് അവിടെ ശമ്പളത്തിന്റെ സുരക്ഷിതത്വം ഉണ്ടാകുന്നു എന്നുള്ള. കേന്ദ്ര സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ചേർന്നാണ് പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. 2 മാസങ്ങൾക്ക് മുമ്പ് പണിമുടക്ക് നടത്തുന്നത് സംബന്ധിച്ച നോട്ടീസ് ഗവൺമെന്റുകൾക്ക് നൽകി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ പണിമുടക്ക് സംബന്ധിച്ച നോട്ടീസുകൾ ട്രേഡ് യൂണിയനുകൾ നൽകി. അതാത് ഓഫീസ് മേധാവികൾക്ക് ഞങ്ങൾ പണിമുടക്ക് നോട്ടീസ് നൽകി. മാധ്യമങ്ങളിലൂടെ പ്രചരണങ്ങൾ നടത്തി. ജനങ്ങളുടെ ഇടയിൽ ഇത് സംബന്ധിച്ച വിപുലമായ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. സ്വാഭാവികമായി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റിന് നാട്ടിലെ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അവരുമായി വിളിച്ച് അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സാമാന്യമായ ഒരു മര്യാദയുണ്ട്. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കഴിഞ്ഞകാല ഗവൺമെന്റുകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുന്നു. അതിന് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടം രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികൾ പണിമുടക്കിലേക്ക് വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ പണിമുടക്കുന്നത്? എന്താണ് നിങ്ങളുടെ പണിമുടക്കിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ? ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടാൻ എന്തെങ്കിലും ഉണ്ടോ? സ്വാഭാവികമായും അത് ഇടപെടുകയും അതിനകത്ത് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഒരു ഗവൺമെന്റിന്റെ മൗലികമായ ഉത്തരവാദിത്വമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നിരന്തരമായ പണിമുടക്കുകളും പ്രക്ഷോഭങ്ങളും നടത്തി. എന്തിനാണ് പണിമുടക്ക് പ്രക്ഷോഭം നടത്തിയത്? വെറുതെ യൂണിയനുകൾക്ക് അവരുടെ ശക്തി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയാണോ? കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് നിലവിലിരുന്ന 44 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളിലേക്ക് മാറ്റി. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കർഷകർക്കും ലഭ്യമായിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി ഗവൺമെന്റ് വെട്ടിച്ചുരുക്കി. അങ്ങനെ ജനങ്ങൾക്കും രാജ്യത്തിനും വരും തലമുറയ്ക്കും ദോഷകരമായി ബാധിക്കുന്ന നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെയും നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങളെയും ഗവൺമെന്റ് ഇല്ലാതാക്കുമ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം തൊഴിലാളികൾക്കുണ്ട്. അത് വെറുതെ പണിമുടക്കിയതല്ല. ഞങ്ങൾ നോട്ടീസ് കൊടുത്തു, ഗവൺമെന്റിനെ അറിയിച്ചു, മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾ തൊഴിലിടങ്ങളിൽ ശക്തമായ പ്രചാരണങ്ങൾ നടത്തി, തൊഴിലുടമകളുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് ഞങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പണിമുടക്കിലേക്ക് പോയത്. ഒടുന്നതിന് ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാനരായ നേതാക്കളോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇതിനു മുമ്പ് പണിമുടക്കുകൾ നടന്നിട്ടില്ലേ? എത്രയോ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട്, എത്രയോ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ പ്രതാപൻ, ഇതിനു മുൻപും പല സമരങ്ങളും നടന്നിട്ടുണ്ട്, അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 2 മാസം മുൻപ് സമരം പ്രഖ്യാപിക്കുകയോ അതിന്റെ ഒരു സമരം നടത്തേണ്ടതിന് ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സമരം നടത്തുന്നു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ പോലും കോതമംഗലത്ത് ഓഫീസ് തുറന്ന മനോജിനെ ആക്രമിക്കാൻ അത് മതിയായതാണോ? ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അവനെ ആ രോഗിയുമായി പോയ ഓട്ടോറിക്ഷ തൊഴിലാളിയെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ അങ്ങോട്ട് വിടില്ല, കാറ്റൂരി വിടും, ഇപ്പോൾ ഓട്ടോറിക്ഷ കത്തിക്കും എന്ന് പറയാൻ അത് മതിയായതാണോ? കൊയിലാണ്ടിയിൽ കട തുറന്ന ആളെ നായ്ക്കുറിന പൊടി വിതറി മറ്റു രീതിയിലുമൊക്കെ ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചു. ഇതൊക്കെയും സമരത്തിന്റെ അത് നിങ്ങളുടെ അവകാശമാണെന്നാണോ ഈ പറയുന്നത്? ഒരിക്കലല്ല. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ സംയുക്ത സമരസമിതി അപലപിക്കുന്നു. രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പണിമുടക്കുകയും 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരം നാട്ടിൽ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ അതിനെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ അതിനോട്
പ്രതിരോധിക്കുക, അതിനെ എതിർക്കുകയോ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു. അത് എതിർക്കാനുള്ള മൗലികമായ അവകാശം അവർക്കുണ്ട്. ഈ പണിമുടക്കിനോട് യോജിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഘടന ഈ പണിമുടക്കിൽ പങ്കുചേരുന്നില്ല, ഔദ്യോഗികമായി അവർ ഇതിനകത്ത് പങ്കുചേരുന്നില്ല. ഞങ്ങൾ അവർക്കെതിരെ പ്രതിഷേധമൊന്നും ഉയർത്തിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെ ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറുതെ ഒരു വാക്കിന് വേണ്ടി പറയുന്നതല്ല. ഏതാണ്ട് 5,60,000 ഓട്ടോറിക്ഷകളാണ് ഒരു ദിവസം നിരത്തിലോടുന്നത്. 5,60,000 ഓട്ടോറിക്ഷകൾ ഒരു ദിവസം കേരളത്തിൽ നിരത്തിലോടുമ്പോൾ 1-2 സ്ഥലത്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. അത്തരം സംഭവങ്ങളിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ദുഃഖിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും പാടില്ല. പക്ഷേ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ മറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ആ വിഷയങ്ങൾ നിങ്ങൾ ഉയർത്തിയ വിഷയത്തിന്റെ പ്രാധാന്യമൊന്നും ഞാൻ കുറച്ചു കാണിക്കുന്നില്ല. പക്ഷേ അതിന് ജനങ്ങളെ ഇങ്ങനെ സമ്പൂർണ്ണമായും ബുദ്ധിമുട്ടിലാക്കി വേണമോ സമരമാർഗം എന്നത് മാത്രമാണ് ചോദ്യം.